വെൽക്കം ടു ഹാപ്പി സ്കൂൾ ബൈ ഐഫർ. ഓക്കെ, അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പരിചയപ്പെട്ടു അല്ലേ. ഇനി നമ്മൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ട് തലയിൽ കൈവയ്ക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ അതിനെ എന്താണ് ഉത്തരം എഴുതേണ്ടത്, അതിനെ എങ്ങനെ നേരിടാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ കൊടുത്ത ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കേ. ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പദാർത്ഥങ്ങളിലെ കണിക ക്രമീകരണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് അല്ലേ. അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, ഒരു പദാർത്ഥത്തിൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് അതിലുണ്ടാകുന്ന മാറ്റം എന്താണ് എന്നാണ് ചോദിച്ചത് അല്ലേ. ഖരം ദ്രാവകമാകുമ്പോൾ, ദ്രാവകം വാതകമാകുമ്പോൾ, വാതകം ദ്രാവകമാകുമ്പോൾ അല്ലേ, സോളിഡ് ഗ്യാസ് ആവുമ്പോൾ അല്ലെങ്കിൽ ലിക്വിഡ് ഗ്യാസ് ആവുമ്പോൾ ഇവയിലൊക്കെ ഉണ്ടാകുന്ന തന്മാത്ര മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ എന്തൊക്കെ മാറ്റമുണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഏത് പാർട്ടിക്കിൾസ് വെരി ക്ലോസ് ആയിട്ട് ഏത് അവസ്ഥയിലാണ്, ഏത് സ്റ്റേറ്റ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ജലം തണുപ്പിച്ച് ഐസായി മാറുന്നു അല്ലേ. കണികകളുടെ ചുവടെ പറയുന്ന സവിശേഷതകൾക്ക് ഉണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ് അല്ലേ. കണികകളുടെ ഊർജം അല്ലേ, കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം, അതുപോലെ കണികകൾ തമ്മിലുള്ള അകലം അല്ലേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, അതുപോലെ കണികകളുടെ ചലനം, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ അവയിലുണ്ടാകുന്ന മാറ്റം എന്താണ് അല്ലേ. ജലം ഐസായി മാറുമ്പോൾ ഈ പറയുന്നവയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, അതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരം എഴുതാൻ കഴിയണം. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പാഠത്തിൻ്റെ ഫസ്റ്റിൽ എന്താണ് ദ്രവ്യം, എന്താണ് മാറ്റർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും അല്ലേ, ഒരു സ്പേസ് ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമ്മൾ എന്താണ് പറയുന്നത്, ദ്രവ്യം അഥവാ മാറ്റർ എന്നാണ് പറയുന്നത് അല്ലേ. പ്രധാനമായും 3 അവസ്ഥയിലാണ് ദ്രവ്യം മാറ്റർ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്, ഖരം, ദ്രാവകം, വാതകം അല്ലേ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ 3 അവസ്ഥയിലാണ് പ്രധാനമായിട്ടും മാറ്റർ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാറ്ററിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഖരത്തിൻ്റെയും ദ്രാവകത്തിൻ്റെയും വാതകത്തിൻ്റെയും പൊതുവായ കുറച്ച് സവിശേഷതകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇവിടെ നോക്കിക്കേ, ഇത് ഖരം അല്ലേ, സോളിഡ്സ് അല്ലേ. പിന്നെ അതുപോലെ മറ്റൊരു സ്റ്റേറ്റ്സ് ആണ് ഏത്, ലിക്വിഡ്, ദ്രാവകം അല്ലേ, ഇത് വാതകം അല്ലേ. ഇതിലുള്ള തന്മാത്രകളുടെ പാർട്ടിക്കിൾസിൻ്റെ കണികകളുടെ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഖരത്തിലെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് നിൽക്കുന്നത്, വളരെ അടുപ്പിച്ചാണ് അല്ലേ. ഒരു പാർട്ടിക്കിളിലെ അടുത്തടുത്തായിട്ടാണ് മറ്റേ പാർട്ടിക്കിളുകളൊക്കെ നിൽക്കുന്നത് അല്ലേ. മറ്റുള്ള കണികകളൊക്കെ വെരി ക്ലോസ് ആയിട്ടാണ് അല്ലേ. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് എങ്ങനെയാണ്, അത് നമ്മൾ ഇങ്ങനെ ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവും അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാവിലെ സ്കൂളിലോട്ട് പോകുമ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ബസ്സിലാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ. കുത്തി നിറഞ്ഞ് ആകെ അടുത്തടുത്തായിരിക്കും അല്ലേ. എല്ലാവരും തലയും കാലൊക്കെ പുറത്തിട്ട് ഒന്ന് ഉള്ളിൽ അനങ്ങാൻ പോലുള്ള ഒരു അവസ്ഥ, അനങ്ങാൻ പോലും കഴിയാതായിരിക്കും നമ്മൾ വരുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് എന്ത്, ഖരത്തിലും സോളിഡ്സിലും പാർട്ടിക്കിൾസ് കണികകൾ കാണപ്പെടുന്നത് വളരെ അടുത്താണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനോ അവർക്ക് സാധിക്കുന്നില്ല അല്ലേ. എന്നാൽ അത് ദ്രാവകത്തിലോട്ട് വരുമ്പോൾ ഖരത്തിനെ അപേക്ഷിച്ച് ദ്രാവകത്തിലെ പാർട്ടിക്കിൾസ് കുറച്ച് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. വളരെ അടുത്തായിരുന്നു ഖരത്തിൽ, സോളിഡ്സിൽ. എന്നാൽ ദ്രാവകമാകുമ്പോൾ അതിൽ കണികകളുടെ അകലം കുറച്ച്
കൂടുന്നുണ്ട് അല്ലേ. എന്നാൽ ഗ്യാസിലോട്ട് വരുമ്പോഴോ അല്ലേ, ഒരു കണിക ഇവിടെ, ഒരു പാർട്ടിക്കിൾ ഇവിടെ ആണെങ്കിൽ മറ്റൊരു പാർട്ടിക്കിൾ എവിടെയാണ് അല്ലേ, അവർ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവർ സ്വതന്ത്രരാണ് അല്ലേ. അവർക്ക് എവിടേക്ക് വേണമെങ്കിലും ചലിക്കാൻ കഴിയും അല്ലേ, മൂവ് ചെയ്യാനേ കഴിയും അല്ലേ. ഖരാവസ്ഥയിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. പക്ഷേ ലിക്വിഡ്സിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീങ്ങാം അല്ലേ. പക്ഷെ അത് ഗ്യാസിലോട്ട് വരുമ്പോൾ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് അല്ലേ. അവരെന്ത് ചെയ്യുക, അവർക്ക് ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, കണികകൾ തമ്മിലുള്ള അകലം അല്ലേ. അത് ഖരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്, കണികകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ് അല്ലേ. അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്, വളരെ കുറവാണ് അല്ലേ. അതുപോലെ അത് ദ്രാവകത്തിൽ വരുമ്പോഴോ, ദ്രാവകത്തിൽ വരുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലം അല്ലേ, ഒരു കണികയും മറ്റു കണികയും തമ്മിലുള്ള അകലം എന്താണ്, ഒന്ന് കുറച്ചുകൂടും കൂടിയിട്ടുണ്ട് അല്ലേ. ഖരത്തെ അപേക്ഷിച്ചിട്ട് ദ്രാവകത്തിൽ കണികകളുടെ അകലം എന്താണ്, കൂടുതലാണ് അല്ലേ. അത് വാതകത്തിലോട്ട് വരുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലം വീണ്ടും കൂടുകയാണ് അല്ലേ. ഇവിടെ വെരി ഹൈ അല്ലേ, വെരി ഹൈ ആണ് കണികകൾ തമ്മിലുള്ള, ഒരു കണിക ഇവിടെ ആണെങ്കിൽ മറ്റൊരു കണിക എവിടെയാണ്, അവർ തമ്മിലുള്ള അകലം കൂടുതലാണ് അല്ലേ. ഖരത്തിൽ കണികകൾ പാർട്ടിക്കിൾസ് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അത് ദ്രാവകത്തിലോട്ട് വരുമ്പോൾ, ലിക്വിഡ്സ് വരുമ്പോൾ കണികകൾ കുറച്ചൊന്ന് ലൂസായിട്ട് അവരൊന്ന് കുറച്ചൊന്ന് വിട്ട് അകലം കുറച്ച് കുറവാണ്. ഓക്കെ, അകലം കുറച്ച് കൂടുതലാണ് അല്ലേ. ഖരത്തെ അപേക്ഷിച്ചിട്ട് പാർട്ടിക്കിൾസ് കുറച്ച് അകലെയാണ് നിൽക്കുന്നത്. എന്നാൽ അത് വാതകത്തിലോട്ട് വരുമ്പോൾ കണികകൾ എന്താണ്, ദൂരെ വിട്ടാണ് നിൽക്കുന്നത്. അവർ തമ്മിലുള്ള അകലം എന്താണ്, വളരെ കൂടുതലാണ് അല്ലേ. മറ്റൊരു സവിശേഷത, കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് അല്ലേ. ഇത് നോക്കൂ, നമ്മൾ ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ, നമ്മൾ അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ആകർഷണ ബലം എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും അല്ലേ. ഇപ്പോൾ സോളിഡ്സിൽ നോക്കും, ഇവിടെ പാർട്ടിക്കിൾസ് അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ അല്ലേ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത് അധികമായിരിക്കും. എന്നാൽ അത് ലിക്വിഡിലോട്ട് വരുമ്പോൾ അല്ലേ, ദ്രാവകത്തിലോട്ട് വരുമ്പോൾ കുറച്ച് അകലെയാണ് അല്ലേ. ഖരത്തെ അപേക്ഷിച്ചിട്ട് കുറച്ച് അകലെയാണ് പാർട്ടിക്കിൾസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും, കുറവായിരിക്കും, ഖരത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും അല്ലേ. വാതകത്തിലോട്ട് വരുമ്പോഴോ പാർട്ടിക്കിൾസ് വളരെ ദൂരത്തിലാണ് നിൽക്കുന്നത്, വിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പാർട്ടിക്കിൾസിൽ നിന്ന് മറ്റൊരു പാർട്ടിക്കിൾസിലേക്കുള്ള ആകർഷണം അല്ലേ, ഈ ഒരു പാർട്ടിക്കിളിൽ നിന്ന് മറ്റൊരു പാർട്ടിക്കിളിലോട്ടുള്ള ആകർഷണം എന്തായിരിക്കും, വളരെ കുറവായിരിക്കും അല്ലേ. കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏറ്റവും കൂടുതൽ ഏതിലാണ്, സോളിഡ്സിലാണ് അല്ലേ. അത് ലിക്വിഡ്സിൽ നിന്ന് ഗ്യാസിലോട്ട് വരുമ്പോൾ ആകർഷണ ബലം കുറഞ്ഞു വരും അല്ലേ. മറ്റൊരു പ്രോപ്പർട്ടിയാണ് എന്ത്, കണികകളുടെ ചലനം അല്ലെങ്കിൽ വേഗം, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. ഇവിടെ നോക്കൂ, ഖരത്തിലെ കണികകൾ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു ബസ്സിലെ കേസിലെ നമുക്കൊന്ന് അനങ്ങാൻ പോലും ചലിക്കാൻ പോലും കഴിയില്ല അല്ലേ. അപ്പോൾ അടുത്തടുത്ത് ക്ലോസ്, അവിടെ അട്രാക്ഷൻ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്താണ്, മൂവ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ, മൂവ്മെൻറ്റ് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഖരത്തിലെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്, വളരെ കുറവാണ് അല്ലേ, വെരി ലെസ് ആണ് അല്ലേ. എന്നാൽ അത് ഓക്കെ, അത് ദ്രാവകത്തിലോട്ട് വരുമ്പോഴോ കണികകൾ തമ്മിൽ കുറച്ച് അകലമുണ്ട് അല്ലേ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്, ഒന്ന് കുറച്ചും കൂടി ഖരത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി കുറവാണ് അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാണ്, അട്രാക്ഷൻ കുറവാണ്, കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചലിക്കാൻ കഴിയും അല്ലേ, അവർക്ക് ചലന സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ. ഖരത്തെ അപേക്ഷിച്ച് പാർട്ടിക്കിൾസിൻ്റെ ചലന സ്വാതന്ത്ര്യം ദ്രാവകത്തിൽ
കൂടുതലാണ് അല്ലേ. അത് വാതകങ്ങൾക്ക് വരുമ്പോൾ അല്ലേ, വാതകങ്ങളിലെ പാർട്ടിക്കിൾസ് നോക്കൂ, വളരെ വിട്ടാണ് നിൽക്കുന്നത്. അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും വളരെ കുറവാണ്. അവർക്ക് അപ്പം എന്തുണ്ട്, മൂവ്മെൻറ്റ് വളരെ കൂടുതലാണ് അല്ലേ. അവർക്ക് ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും, ആ പാർട്ടിക്കിൾസിന് എവിടെ വേണമെങ്കിലും നീങ്ങാനുള്ള നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായതുകൊണ്ട് അവർക്ക് മൂവ്മെൻറ്റും വളരെ കൂടുതലാണ്. അതുപോലെ കണികകളുടെ ഊർജം അല്ലേ, കണികകളുടെ ഊർജം വളരെ അടുത്ത് ക്ലോസ് ആയിട്ട് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ സോളിഡ്സിൻ്റെ കേസിൽ അവർക്ക് ഊർജം വളരെ കുറവാണ് അല്ലേ. ഓടി നടക്കാൻ നമുക്ക് നല്ല ഊർജ്ജം ആവശ്യമില്ലേ അല്ലേ. പക്ഷേ ഇവിടെ ഓടി നടക്കണമെങ്കിൽ കണികകൾക്ക് സ്പേസ് ഇല്ല അല്ലേ ഖരത്തിൽ വരുമ്പോൾ. അപ്പോൾ എന്താണ്, അവിടുത്തെ ഊർജം വളരെ കുറവാണ്. പക്ഷേ ദ്രാവകത്തിലോട്ട് ലിക്വിഡ്സിന് വരുമ്പോൾ അവർക്ക് മൂവ്മെൻ്റ് ഉണ്ട് അല്ലേ, മൂവ്മെൻ്റ് ഉണ്ട്, അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ്, ഊർജം കൂടുതലായിരിക്കും. അതുപോലെ വാതകത്തിലോട്ട് വരുമ്പോൾ അല്ലേ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഊർജം എന്താണ്, ഹൈ ആണ്. മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് ആലോചിച്ചാൽ മതി, ഊർജം വേണം. നമുക്ക് ഓടാനും ചാടാനൊക്കെ ഊർജം ആവശ്യമില്ലേ, അതുപോലെ ആലോചിച്ച് വെച്ചാൽ മതി. അവിടെ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവർക്ക് എന്തായിരിക്കും, അവരുടെ ഊർജം എനർജി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 4 പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കണികകൾ തമ്മിലുള്ള അകലം, അത് ഖരത്തിലും ദ്രാവകത്തിലും വാതകത്തിലും. കണികകൾ വളരെ അടുത്തായിട്ടാണ് ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത് അല്ലേ, കുറച്ച് ലൂസായിട്ടാണ് ദ്രാവകാവസ്ഥയിൽ ലിക്വിഡ്സിൽ കാണുന്നത്. എങ്കിൽ ഗ്യാസ് ആണെങ്കിലോ കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ് അല്ലേ. രണ്ടാമത്തതോ, കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഖരത്തിൽ എന്ത് ചെയ്യും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അത് ദ്രാവകത്തിലോട്ട് വരുമ്പോൾ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു വരും. ഗ്യാസിലോട്ട് വരുമ്പോൾ അത് വീണ്ടും കുറഞ്ഞു വരും. മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, കണികകളുടെ ചലനം, മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. വളരെ അടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ നമുക്കൊന്ന് മൂവ് ചെയ്യാൻ പോലും കഴിയില്ല അല്ലേ, അവിടെ മൂവ്മെൻറ്റ് കുറവായിരിക്കും. എന്നാൽ അത് ലിക്വിഡ്സിലും ഗ്യാസിലോട്ടും വരുമ്പോൾ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ കണികകളുടെ ഊർജം, അതാണ് അടുത്ത പോയിന്റ്, എനർജി അല്ലേ. മൂവ്മെൻറ്റ് കൂടുതലായ ലിക്വിഡ്സിലും ഗ്യാസിലും ഒക്കെ മൂവ്മെൻറ്റ് കൂടുതലായത് തന്നെ അവിടെ അവരുടെ എനർജി എന്താണ്, കൂടുതലായിരിക്കും അല്ലേ. എനർജി കുറവാണ് ആർക്ക്, ഖരത്തിന്. ഈ ഒരു മൂന്ന് ദ്രവ്യത്തിൻ്റെ 3 അവസ്ഥകളെയും അവരുടെ പ്രോപ്പർട്ടീസുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതേപോലെ മൂവ്മെൻറ്റ്, പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ഒരു 3 ചിത്രം എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഖരം എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് വളരെ അടുത്തായിട്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നിൽക്കുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും, മൂവ്മെൻറ്റ് കുറവായിരിക്കും, എനർജിയും കൂടുതലായിരിക്കും. ലിക്വിഡ്സിൽ കണികകൾ കുറച്ചൊരു അകലത്തിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ച് കുറവായിരിക്കും, മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും, അവർക്ക് എനർജിയും സോളിഡ്സിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, അത് വാതകത്തിലോട്ട് വരുമ്പോൾ പാർട്ടിക്കിൾസ് ദൂരെ അല്ലേ, വിട്ട് അവരുടെ അകലം വളരെ കൂടുതലാണ് ഒരു പാർട്ടിക്കിൾ നിന്ന് മറ്റൊരു പാർട്ടിക്കിളിലോട്ട്. അപ്പോൾ അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ എന്താണ്, ആ 2 പാർട്ടിക്കിളും അടുത്ത് സ്ഥിതി ചെയ്യണം അല്ലേ. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്യാസസിൽ കുറവാണ്. അതുപോലെ അവർക്ക് ഇഷ്ടത്തിന് മൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ അവരുടെ എനർജി എന്താണ്, ഹൈ ആണ്. ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ നന്നായി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു ഐസ് എന്തായിട്ട് മാറുന്നത്, ജലമായിട്ട് മാറി അല്ലേ. ഐസിൻ്റെ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. ഒരു ഐസ് ക്യൂബ് അല്ലേ, ഐസ് ക്യൂബിനെ വാട്ടർ ആക്കണമെങ്കിൽ, ജലമാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി അല്ലേ, ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഒന്ന് ഹീറ്റ് ചെയ്താൽ ഐസിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, ജലമാക്കി മാറ്റാൻ പറ്റും അല്ലേ. ഈ ജലത്തിനെ, വാട്ടറിനെ നമുക്ക് വീണ്ടും വാട്ടർ വേപ്പർ ആക്കാം അല്ലേ. അതിനെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ, വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും അല്ലേ, വെള്ളം തിളച്ചിട്ട് എന്തായി, നീരാവിയായിട്ട് വാട്ടർ വേപ്പറായിട്ട് മാറും അല്ലേ. ഈ വാട്ടർ വേപ്പറിനെ വീണ്ടും നമുക്ക് ജലമാക്കിയിട്ട് വാട്ടർ ആക്കിയിട്ട് മാറ്റാൻ കഴിയുമോ
നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായയെ തിളച്ചിട്ട് ഓഫ് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ പോയി അടച്ചു വെച്ചിട്ട് പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ആ ചായ പാത്രത്തിൻ്റെ അടപ്പാൻ തുറക്കുമ്പോൾ കുറച്ച് വെള്ളത്തുള്ളികൾ അതിലോട്ട് വീഴുന്നത് കാണാം അല്ലേ? അതെന്താണ്? ഈ വെള്ളം തിളച്ചപ്പോൾ അതിൽ നിന്ന് വാട്ടർ പേപ്പർ നമ്മുടെ അടപ്പിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് തണുത്തപ്പോൾ എന്താണ്? ജലമായിട്ട് മാറി അല്ലേ? അപ്പോൾ എന്തായാ, അതിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ, നീരാവിയെ അല്ലെ വാട്ടർ വേപ്പറിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജലം കിട്ടും അല്ലേ? വാട്ടർ കിട്ടും. ഈ വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യണം? ഐസാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചാൽ മതി അല്ലേ? ആ വാട്ടറിനെ വീണ്ടും തണുപ്പിച്ചാലേ നമുക്ക് എന്തായി മാറ്റാം? ഐസാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഐസിനെ നമുക്ക് ഒരു വാട്ടർ വേപ്പർ ആക്കിയിട്ട് മാറ്റാനും പറ്റും. എന്താണ്? വാട്ടർ വേപ്പേഴ്സിനെ നമുക്ക് ഐസാക്കിയിട്ടും മാറ്റാൻ പറ്റും അല്ലേ? ഇത് ഏത് തരം മാറ്റമാണ്? ഭൗതിക മാറ്റമാണ് അല്ലേ? അവിടെ താൽക്കാലികമായ മാറ്റമാണ് ഉണ്ടായത് അല്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ നേരത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ്? ഖരം താപത്തെ ആഗിരണം ചെയ്തിട്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടില്ലേ? ഒരു ഐസിനെ ചൂടാക്കുമ്പോൾ അത് ഹീറ്റ് സ്വീകരിക്കാണ്, ഹീറ്റിനെ അബ്സോർബ് ചെയ്യാണ്. അത് എന്തായിട്ട് മാറും? അത് ദ്രാവകമായിട്ട് മാറും അല്ലേ? ഈ ദ്രാവകം പിന്നെയും ഹീറ്റ് ആഗിരണം ചെയ്യാണ്, ഹീറ്റ് അബ്സോർബ് ചെയ്യാണ് അല്ലേ? നമ്മൾ വെള്ളത്തിനെ വീണ്ടും തിളപ്പിക്കുകയാണ്. അപ്പോൾ എന്തായിട്ട് മാറും? അത് വാട്ടർ വേപ്പർ അല്ലേ? വാതകമായിട്ട് മാറും അല്ലേ? അപ്പോൾ ഒരു സോളിഡ്സിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. ഈ ലിക്വിഡിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. ഇനി നമ്മൾ പറയേണ്ട വാട്ടർ വേപ്പറിനെ നമുക്ക് തിരിച്ച് ഐസാക്കി മാറ്റാനും പറ്റും അല്ലേ? ഇവിടെ വാതകത്തിന് താപത്തെ നമ്മൾ പുറത്തോട്ട് വിടാണ്. നേരത്തെ അബ്സോർബ് ചെയ്ത ഹീറ്റിനെ അല്ലേ, ആഗിരണം ചെയ്ത ഹീറ്റിനെ നമ്മൾ പുറത്ത് വിടാണ് അല്ലേ? അതിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദ്രാവകം കിട്ടും. അതിന് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്താൽ എന്താകും? വാതകത്തിനെ നമുക്ക് ദ്രാവകമാക്കി മാറ്റാൻ കഴിയും അല്ലേ? ഈ ദ്രാവകത്തിന് വീണ്ടും ഹീറ്റ് ലിബറേറ്റ് ചെയ്താൽ, താപത്തെ വീണ്ടും പുറത്തോട്ട് വിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഖരം അല്ലേ? ഇതൊരു സൈക്കിളാണ് അല്ലേ? ആദ്യം ഖരത്തിനെ ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദ്രാവകം കിട്ടി അല്ലേ? പൂർണ്ണമായും ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലോട്ട് ഒരവസ്ഥ മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതുപോലെ ദ്രാവകത്തിൽ നിന്ന് വാതകത്തിലോട്ട് മാറാൻ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യാണ് അല്ലേ? ആ ഹീറ്റ് ചെയ്ത് വാതകമായി മാറിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഹീറ്റ് അതിന് പുറത്ത് വിടുകയാണ് അല്ലേ? ഹീറ്റ് ലിബറേറ്റ് ചെയ്യുക, പുറത്തോട്ട് വിട്ടാൽ ഈ ഗ്യാസസ് എന്തായിട്ട് മാറും? ദ്രാവകമായിട്ട് മാറും. ഈ ദ്രാവകത്തിൽ നിന്ന് വീണ്ടും ഹീറ്റ് ലിബറേറ്റ് ചെയ്താൽ അത് വീണ്ടും എന്തായിട്ട് മാറും? ഖരമായിട്ട്, സോളിഡ്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് നോക്കൂ? താപം, ഖരം, ദ്രാവകം, വാതകം അല്ലേ? ഖരം താപത്തെ ആഗിരണം ചെയ്ത് എന്തായി മാറും? ദ്രാവകമായിട്ട് മാറും അല്ലേ? ഈ ദ്രാവകം വീണ്ടും അബ്സോർബ് ഹീറ്റിനെ ആഗിരണം ചെയ്തിട്ട് എന്തായിട്ട് മാറുകയാണ്? വാതകമായിട്ട് മാറുകയാണ് അല്ലേ? ഈ വാതകം പിന്നെ എന്ത് ചെയ്യാണ്? ഹീറ്റിനെ പുറത്തോട്ട് വിടുകയാണ് അല്ലേ? ലിബറേറ്റ് ഹീറ്റ് അല്ലേ? ഹീറ്റിനെ പുറത്തോട്ട് വിട്ടാൽ വീണ്ടും എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് അല്ലെങ്കിൽ ദ്രാവകമായിട്ട് മാറും അല്ലേ? ഈ ദ്രാവകത്തിനെ വീണ്ടും അതിൽ നിന്ന് താപം പുറത്തോട്ട് വിട്ടാൽ, ലിബറേറ്റ് ചെയ്താൽ എന്തായിട്ട് മാറും? ഖരം അല്ലേ? ഖരത്തിലുള്ള സോളിഡ്സ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ലിക്വിഡ് ആകുന്നു. ലിക്വിഡ്സ് വീണ്ടും ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നു അല്ലേ? ആ ഗ്യാസിൽ നിന്ന് ഹീറ്റ് ലിബറേറ്റ് ചെയ്താൽ അത് വീണ്ടും എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. ഈ ലിക്വിഡ്സ് വീണ്ടും ഹീറ്റ് ലിബറേറ്റ് ചെയ്താൽ എന്തായിട്ട് മാറും? സോളിഡ്സ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. ഈ ഫ്ലോ ചാർട്ടൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഖരം ദ്രാവകമായി മാറുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും അല്ലേ? അത് ഖരമായി മാറുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഹീറ്റിനെ പുറത്തോട്ട് വിടുകയാണ്, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യാണ് അല്ലേ? ഈ ഒരു ഫ്ലോ ചാർട്ട്
കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഖരം ദ്രാവകമാകുന്നത്, ദ്രാവകം വാതകമാകുന്നത് ഇതുപോലെയാണ് നമ്മൾ പറഞ്ഞിരിക്കില്ലേ. പക്ഷേ ചില വസ്തുക്കൾ എന്താണ്, നമ്മൾ ഹീറ്റ് ചെയ്താൽ ഡയറക്റ്റായിട്ട് അത് വാതകമായിട്ട് മാറും. ഖരത്തിനെ ഹീറ്റ് ചെയ്താൽ അത് ഡയറക്റ്റായിട്ട് ലിക്വിഡ് ആവാതെ, ദ്രാവകമാകാതെ എന്തായിട്ട് മാറും, ഗ്യാസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ദ ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം വൺ ഫിസിക്കൽ സ്റ്റേറ്റ് ടു അനദർ ഈസ് നോൺ ആസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അല്ലേ, ഒരു ചേഞ്ച്, ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റത്തിനെ പറയുന്ന പേരാണെന്ത്, അവസ്ഥാ പരിവർത്തനം. ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിനെ അവസ്ഥാ പരിവർത്തനം, അല്ലേ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം എന്നാണ് പറയുന്നത്. അല്ലേ, അവസ്ഥയിലുണ്ടാകുന്ന ഒരു പരിവർത്തനം, അല്ലേ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അവിടെ സ്റ്റേറ്റിലെ ഖരം ദ്രാവകമായി മാറുന്നു, ദ്രാവകം അതേപോലെ വാതകമായി മാറുന്നു. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റമാണ് എന്ത്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം. ഇത് മനസ്സിലാക്കി വെക്കുക. ഈ ചേഞ്ചിനെ, ഈ അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവസ്ഥാ പരിവർത്തനം. അല്ലേ, ഓക്കെ. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞു, ചില ഖരം ദ്രാവകമായി മാറും, ദ്രാവകം വാതകമായി മാറും ഹീറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ ചില വസ്തുക്കൾ എന്താണ്, ഹീറ്റ് ചെയ്യുമ്പോൾ നേരിട്ട് ഖരവസ്തുക്കൾ നേരിട്ട് വാതകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് നോക്കിക്കേ, കർപ്പൂരം, ക്യാംഫർ, അതേപോലെ നാഫ്തലിൻ, പാറ്റുകുളിക, ഇത് നിങ്ങൾക്ക് പരിചയമില്ലേ? കർപ്പൂരം കത്തിച്ചാൽ എന്താണ്, കർപ്പൂരം ഒരു ഖരപദാർത്ഥമാണ് അല്ലേ. കർപ്പൂരം കത്തിച്ചാൽ അത് നേരെ വാതകം, അല്ലേ, നേരെ ഗ്യാസ് സ്റ്റേറ്റിലോട്ടിലാണ് പോകുന്നത്. അതായത് സോളിഡ്സിനെ ഹീറ്റ് ചെയ്താൽ ഡയറക്റ്റായിട്ട് എന്തായി മാറും, ഗ്യാസായി മാറും. ഇവിടെ ലിക്വിഡ് എന്നൊരു അവസ്ഥയിലോട്ട് അവർ മാറുന്നില്ല, അവർ നേരെ എന്തായിട്ടാണ് മാറുന്നത്, ഗ്യാസായിട്ടാണ് മാറുന്നത് അല്ലേ. അപ്പോൾ അവസ്ഥാ പരിവർത്തനം പറഞ്ഞു. അവസ്ഥാ പരിവർത്തനത്തിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള മാറ്റമാണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ചില സബ്സ്റ്റൻസ്, ഈ കർപ്പൂരം, അത് ക്യാംഫർ, നാഫ്തലിൻ, ഈ ഉദാഹരണങ്ങൾ മറക്കാതെ മറന്നു പോകരുത് കേട്ടോ, ഓർത്ത് വെക്കണേ. കർപ്പൂരം, പാറ്റുകുളിക ഇവയെ ഹീറ്റ് ചെയ്താൽ ഡയറക്റ്റ് സോളിഡ്സ് അത് ഡയറക്റ്റായിട്ട് ഗ്യാസായിട്ട് മാറും അല്ലേ. കർപ്പൂരം, നാഫ്തലിൻ എന്നാൽ പാറ്റുകുളിക തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു. ഇത് ഉത്പതനം, അതിനെ പറയുന്ന പേരാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഉത്പതനം അല്ലേ, അതിന് ഡയറക്റ്റ് ഗ്യാസിൽ നിന്ന് സോളിഡിൽ നിന്ന് ഗ്യാസിലോട്ട് മാറ്റം വരുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, ഉത്പതനം അല്ലേ. സോളിഡ് സബ്സ്റ്റൻസ് ലൈക്ക് ക്യാംഫർ ആൻഡ് നാഫ്തലിൻ വെൻ ഹീറ്റ് ചെയ്യുമ്പോൾ ഡയറക്ട്ലി ചേഞ്ച് ടു ഗ്യാസിലോട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്, സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം. ഓക്കെ, ഒരു ഗ്യാസ് സോളിഡ്സ് ഡയറക്റ്റായിട്ട് ഗ്യാസായി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്, ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. അതിന് ഉദാഹരണമാണ് കർപ്പൂരം, നാഫ്തലിൻ മുതലായവ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അവസ്ഥാ പരിവർത്തനം എന്താണെന്ന് പഠിച്ചു. എങ്ങനെയാണ് അവസ്ഥാ പരിവർത്തനം വരുന്നത്? സോളിഡ്സിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ അതെന്തായി മാറും, ലിക്വിഡായി മാറും. ലിക്വിഡ്സിനെ വീണ്ടും ഹീറ്റ് ചെയ്താൽ അവയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും അല്ലേ. എന്തായിട്ട് മാറും, ലിക്വിഡ് ഗ്യാസായിട്ട് മാറും അല്ലേ. പിന്നെ അതിന് ഹീറ്റ് ലിബറേറ്റ് ചെയ്താൽ ഗ്യാസ് വീണ്ടും ലിക്വിഡായി മാറും. ലിക്വിഡ് വീണ്ടും അതിന് ഹീറ്റ് ലിബറേറ്റ് ചെയ്തിട്ട് സോളിഡ്സ് ആയിട്ട് ഖരമായിട്ട് മാറും. ഇവിടെ നോക്കൂ, ഇവിടെ അതിലുള്ള പാർട്ടിക്കിൾസിനും ചേഞ്ച് വരുന്നില്ലേ അല്ലേ. ഖരപദാർത്ഥത്തിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഏത് ഫോമിലോട്ടാണ് മാറുന്നത്, ലിക്വിഡിലോട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ ലിക്വിഡ് മാറുമ്പോൾ അവിടെയുള്ള കണികകൾക്ക് എന്തായിരിക്കും മാറ്റം ഉണ്ടാവുക, കണികകൾ അടുത്ത് നിന്നിരുന്ന കണികകൾക്ക് കുറച്ച് അകലം അല്ലേ. അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും അല്ലേ, മൂവ്മെൻറ്റ്
കൂടും അല്ലേ. അതുപോലെ അവരുടെ എനർജി കൂടും. നമ്മൾ ഈ ലിക്വിഡ്സിനെ വീണ്ടും ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് ആക്കിയിട്ട് വാതകമാക്കി മാറ്റുമ്പോൾ അവിടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വീണ്ടും മാറ്റം വരും അല്ലേ. പാർട്ടിക്കിൾസിൻ്റെ അകലം കൂടും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീണ്ടും കുറയും അല്ലേ, മൂവ്മെൻറ്റ് കൂടും. അതുപോലെ അവരുടെ എനർജി ലെവലും ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു അവസ്ഥാ പരിവർത്തനം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലും എന്ത് വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാമെന്നുള്ളത് നോക്കാം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പദാർത്ഥങ്ങളിലെ കണികാ ക്രമീകരണത്തിനു ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? കണികാ ക്രമീകരണത്തിലെ ഇവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കൊടുത്തത്? ഖരം ദ്രാവകമാകുന്നു അല്ലേ, സോളിഡ് ലിക്വിഡ് ആകുന്നു, ദ്രാവകം വാതകമാകുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുന്നു, അതുപോലെ വാതകം വീണ്ടും ദ്രാവകമാകുന്നു, ഗ്യാസ് എന്തായിട്ട് മാറുന്നു? ലിക്വിഡായി മാറുന്നു. ഇവിടെ ഉണ്ടാകുന്ന കണികാ ക്രമീകരണത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഖരം ദ്രാവകമാകുന്നു, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന പാർട്ടിക്കിള് അവരുടെ അകലം വർദ്ധിക്കും അല്ലേ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, ആകർഷണ ബലം കുറയും, അവർക്ക് മൂവ്മെൻറ്റ് കൂടും അല്ലേ, എനർജി കൂടും അല്ലേ. അതിനെ വീണ്ടും ദ്രാവകം വീണ്ടും വാതകമാക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് അവർ വിട്ടായിരിക്കും സ്ഥിതി ചെയ്യുക, അകലം കൂടും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായിരിക്കും അല്ലേ. അതുപോലെ അവരുടെ എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും, അവരുടെ ചലന സ്വാതന്ത്ര്യം മൂവ്മെൻറ്റും കൂടുതലായിരിക്കും അല്ലേ. പിന്നെ വാതകം ദ്രാവകമാകുമ്പോൾ അല്ലേ, വാതകത്തിനെ തിരിച്ച് ദ്രാവകമാക്കിയിട്ട് മാറ്റുകയാണ് അല്ലേ. അപ്പോൾ ദ്രാവകമാക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്യും? വാതകത്തിൽ അകലെ നിന്നിരുന്ന പാർട്ടിക്കിൾസ് ഒന്നും കൂടി അടുത്തോട്ട് വരും അല്ലേ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ചും കൂടി കൂടും അല്ലേ, അവരുടെ മൂവ്മെൻറ്റ് കുറയും അല്ലേ, എനർജി കുറയും. ഇതാണ് ഈ അവസ്ഥാ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കണികകൾക്ക് ഉണ്ടാകുന്ന, പാർട്ടിക്കിൾസിന് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത്? ആ 3 ചിത്രം എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടാകുന്ന, ഖരാവുമ്പോൾ പാർട്ടിക്കിൾസ് വളരെ അടുത്ത് സ്ഥിതി ചെയ്യും അല്ലേ. അത് ലിക്വിഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം കുറച്ച് കുറയും അല്ലേ. അത് ഗ്യാസിലോട്ട് വരുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിൽ അകലം വളരെ കൂടും അല്ലേ. അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായതുകൊണ്ട് ഗ്യാസിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? പാർട്ടിക്കിൾസിൻ്റെ അകലവും കൂടും. അപ്പോൾ പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിൽ. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾസ് വളരെ അടുത്തായിട്ട് കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ജലം തണുപ്പിച്ച് ഐസായി മാറുന്നു. കണികകളുടെ ചുവടെ പറയുന്ന സവിശേഷതകൾക്കുണ്ടാകുന്ന മാറ്റം എന്ത്? ജലം, വാട്ടർ ഐസ് ആകുമ്പോൾ അവിടെ പാർട്ടിക്കിൾസിൽ ഉണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്താണ്? കണികകളുടെ ഊർജം അല്ലേ. ജലം എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, അത് തണുപ്പിച്ചിട്ട് ഐസായിട്ട് മാറുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലോട്ടുള്ള മാറ്റമാണ് അല്ലേ. അപ്പോൾ കണികകളുടെ ഊർജം അല്ലേ, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് വളരെ അടുത്തായിരിക്കും, അതിന് മൂവ്മെൻറ്റ് കുറവായിരിക്കും, അവരുടെ ഊർജം കുറയും. ഊർജം എന്ത് ചെയ്യും? കുറയും. കണികകൾ തമ്മിലുള്ള ആകർഷണം എന്താണ്? ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ വളരെ അടുത്തടുത്താവുമ്പോൾ ആകർഷണം എന്ത് ചെയ്യും? കൂടും അല്ലേ. പാർട്ടിക്കിൾസ് അടുത്തടുത്താവുമ്പോൾ ആകർഷണം എന്താണ്? കൂടും. പിന്നെന്താ ചോദിച്ചത്? കണികകൾ തമ്മിലുള്ള അകലം അല്ലേ. കണികകൾ തമ്മിലുള്ള ലിക്വിഡ്സ് ഗ്യാസ് ആവുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലവും എന്ത് ചെയ്യും? കുറയും. പാർട്ടിക്കിൾസ് വളരെ അടുത്തായിട്ടാണ് സോളിഡ്സിൽ കാണുന്നത്. പിന്നെന്താണ്? കണികകളുടെ ചലനം അല്ലേ, വെരി ക്ലോസ് ആയിട്ടാണ് പാർട്ടിക്കിൾസ് കാണുന്നത്, അവർക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഖരത്തിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? കണികകളുടെ ചലനവും ഡിക്രീസ് ചെയ്യും അല്ലേ, കുറയും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയും ഈ പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള
ക്വസ്റ്റ്യൻസിന് ഉറപ്പായിട്ടും ഉത്തരം നൽകാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഗ്യാസസിൻ്റെയും സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് അനലൈസ് ചെയ്താൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും ഉത്തരം എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ പിറകിലായി പോകരുത്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടി നന്നായി പഠിച്ചാൽ നിങ്ങൾക്കും ഷുവറായിട്ട് A+ നേടാൻ കഴിയും. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണും വരെ ബൈ.